ഈ പ്രായമായ വല്യപ്പാനും വല്യമ്മാനും കണ്ടോ? ഒരു സ്വർണ്ണക്കടയിലേക്ക് വന്ന് സ്വർണം വാങ്ങാൻ വന്നതാണ് ഈ പ്രായമായ വല്യപ്പയും വല്യമ്മയും. കയ്യിലാകെയുള്ളത് 1120 രൂപയാണ്. ഇതുമായിട്ട് ജ്വല്ലറിയിലെത്തി നല്ലൊരു മാല വാങ്ങണം, ഭാര്യയ്ക്കൊരു താലിമാല വാങ്ങണം, ഇതായിരുന്നു ഇവരാവശ്യം. സെയിൽസ്മാന് കുറേ നല്ല മാലകളൊക്കെ പുതിയ പുതിയ മോഡലുകളൊക്കെ കാണിച്ചു കൊടുത്തു. ആട്ടെ, നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ട മാലയൊക്കെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ 1120 രൂപയുണ്ട്. സെയിൽസ്മാൻ ആകെ അന്തം വിട്ടുപോയി. വെറും 1120 രൂപയോ? വേറൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നാണയത്തുട്ടുകൾ എടുത്തു. ഇവർക്ക് അത്രയും പ്രായമായിട്ടും ഭാര്യയോടുള്ളൊരു സ്നേഹം കണ്ട ആ ഭർത്താവിൻ്റെയൊക്കെ ഒരു സ്നേഹം കണ്ടപ്പോൾ ഇതൊക്കെ CCTVയിൽ കാണുന്ന ജ്വല്ലറിയുടെ ഉടമക്ക് ഭയങ്കര സന്തോഷമായി. ഭാര്യയെ പറ്റിക്കുന്ന, ഭർത്താവിനെ പറ്റിക്കുന്ന ഒരു കാലത്ത് ഇത്രയും നല്ല ദമ്പതികൾ. ഉടൻ തന്നെ സെയിൽസ്മാനോട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണമാല അങ്ങോട്ട് വെറുതെ കൊടുത്ത് കാശൊന്നും വാങ്ങണ്ട, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 20 രൂപ വാങ്ങിച്ചേക്കുന്നു. ആ ഒരു വൃദ്ധ ദമ്പതികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇഷ്ടപ്പെട്ട മാല വാങ്ങാൻ വെറും 20 രൂപക്കാണ് അവർ ആ സ്വർണ്ണമാല വാങ്ങിയത്. ആ ഒരു ജ്വല്ലറി ഉടമയുടെ നല്ല മനസ്സിന് കണ്ണീരോട് കൂടിയിട്ടാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. മഹാരാഷ്ട്രയിലാണ് രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യം വിളിച്ചോതുന്ന ഈ സംഭവം ഉണ്ടായത്. ഗോപിക എന്ന് പേരുള്ള ജ്വല്ലറിയിലേക്കാണ് മഹാരാഷ്ട്രയിലെ ഈ ഒരു വൃദ്ധ ദമ്പതികൾ സ്വർണം വാങ്ങാനെത്തിയത്. ഇന്നും പ്രായമാകുമ്പോഴും ഇൻറ്റിമസി ശരിക്കും വർക്ക് ചെയ്യുന്ന നല്ല ദമ്പതികളുണ്ട് എന്നുള്ളത് അതിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്നുള്ളത് ആ സ്നേഹം മനസ്സിലാക്കിയ ജ്വല്ലറിക്കാരൻ സ്വർണം പോലും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യരുടെ നാടാണ് നമ്മളുടെ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംഭവം.